ഒരു സിനിമാറ്റിക് തിരക്കഥ എങ്ങനെ എഴുതാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. തിരക്കഥ കേവലം ഒരു സാഹിത്യരൂപമല്ല, മറിച്ച് ഒരു ചലച്ചിത്രത്തിന്റെ നിർമ്മാണത്തിനുള്ള കൃത്യമായ രൂപരേഖയാണ്. വാക്കുകൾ കൊണ്ട് വരച്ച ഒരു ചലിക്കുന്ന ചിത്രമാണത്. ഒരു സിനിമയുടെ അസ്ഥിവാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരക്കഥ, ദൃശ്യവൽക്കരിക്കപ്പെട്ട ഭാഷ, കഥാപാത്രങ്ങൾ, സംഭാഷണങ്ങൾ, ദൃശ്യങ്ങളുമായി ചേർന്ന് ആശയസൃഷ്ടി നടത്താൻ കഴിവുള്ള ശബ്ദസൂചനകൾ എന്നിവയിലൂടെയാണ് അതിൻ്റെ അസ്തിത്വം കണ്ടെത്തുന്നത്. ഒരു കഥയെ സിനിമാ മാധ്യമത്തിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിച്ച് എങ്ങനെ പറയാം എന്നതിൻ്റെ പ്രായോഗിക രേഖയാണ് തിരക്കഥ. ഇഗ്മർ ബെർഗ്മാൻ, ഫെഡറിക്കോ ഫെലിനി, അക്കിര കുറസോവ തുടങ്ങിയ ലോകോത്തര സംവിധായകരുടെ തിരക്കഥകൾക്ക് ഉയർന്ന സാഹിത്യമൂല്യമുണ്ട് എന്നത് തർക്കമറ്റ കാര്യമാണ്. എന്നാൽ ഒരു തിരക്കഥയുടെ പ്രാഥമിക ധർമ്മം സാഹിത്യപരമായ ആസ്വാദനം എന്നതിലുപരി ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ട ഓരോ വ്യക്തിക്കും, അതായത് അതിലെ സംവിധായകൻ, നടീനടന്മാർ, ഛായാഗ്രഹകൻ, എഡിറ്റർ എന്നിവർക്ക് വ്യക്തമായ ഒരു ദിശാബോധം നൽകുക എന്നതാണ് ഈ തിരക്കഥ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സിനിമ ആശയം മനസ്സിൽ രൂപപ്പെടുന്നത് മുതൽ അത് പൂർണ്ണമായ പ്രൊഫഷണൽ നിലവാരത്തിലുള്ള ഒരു തിരക്കഥയായി മാറുന്നത് വരെയുള്ള യാത്രയുടെ ഓരോ ഘട്ടത്തെയും സമഗ്രമായി ഇവിടെ അപഗ്രഥിക്കുകയാണ്. ഇത് പല സെക്ഷനായിട്ടാണ് ഈ തിരക്കഥ രചനാരീതിയുടെ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷൻ പറയുന്നത് ആശയത്തിൽ നിന്ന് കടലാസിലേക്ക് എന്നുള്ള ഭാഗമാണ്. ഒരു സിനിമയുടെ പിറവി ഒരു ആശയത്തിന്റെ ചെറിയൊരു മിന്നലാട്ടത്തിൽ നിന്നാണ്. എന്നാൽ ആ ആശയം മാത്രം മതിയാവില്ല. അതിനെ വികസിപ്പിച്ച് നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതും ഒരു സിനിമയായി രൂപപ്പെടുത്താൻ സാധിക്കുന്നതുമായ പ്രായോഗികമായ രൂപങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ പ്രാരംഭഘട്ടം മുതൽ ഒരു ഫണൽ പോലെ പ്രവർത്തിക്കുന്ന ഒരു രൂപമാണിത്. വിശാലവും അമൂർത്തവുമായ ഒരു ആശയത്തെ ഘട്ടം ഘട്ടമായി ചെറുതും കേന്ദ്രീകൃതവും വ്യക്തവുമായ ഒരു നിർമ്മാണ രൂപരേഖയിലേക്ക് ഇത് കൊണ്ടുവരുന്നു. ഈ ഓരോ ഘട്ടവും അടുത്തതിലേക്കുള്ള സ്വാഭാവികമായ പുരോഗതിയാണ്. ഇവ ഒഴിവാക്കി നേരിട്ട് തിരക്കഥ എഴുതുന്നത് പലപ്പോഴും ദിശാബോധമില്ലാത്ത യാത്ര പോലെയാകാം. ആശയങ്ങൾ എവിടെ നിന്നും വരാം. ഒരു പത്രവാർത്ത, വ്യക്തിപരമായ അനുഭവങ്ങൾ, ചരിത്രത്തിലെ ഒരേട്, വായിച്ച ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു സ്വപ്നം. എന്നാൽ എല്ലാ ആശയങ്ങളും സിനിമയാക്കാൻ യോജിച്ചവയല്ല. ഒരു ആശയം സിനിമാറ്റിക് ആണോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ ദൃശ്യപരമായ സാധ്യതകൾ, അതിലടങ്ങിയിരിക്കുന്ന സംഘർഷം, പ്രേക്ഷകരുമായി വൈകാരികമായി സംഭവിക്കാറുള്ള അല്ലെങ്കിൽ സംവദിക്കാനുള്ള കഴിവ് എന്നിവയെ ആശ്രയിച്ചിരിക്കും. തിരഞ്ഞെടുക്കുന്ന ആശയത്തിന് വ്യക്തമായ ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു തീം ഉണ്ടായിരിക്കണം. അത് പ്രേക്ഷകന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായിരിക്കണം. കഥയുടെ ഹൃദയം ഒരു വാചകത്തിൽ പറയുക എന്നതാണ് അടുത്ത പടി. ഒരു ലോങ് ലൈൻ എന്നത് നിങ്ങളുടെ സിനിമയുടെ കഥയെ ഒന്നോ രണ്ടോ വാചകത്തിൽ ഒതുക്കിയെടുക്കുന്ന സംഗ്രഹമാണ്. ഇത് കഥയുടെ ആകർഷകമായ ഒരു ടീസറാണ്. ഒരു മികച്ച ലോങ് ലൈൻ വായിക്കുമ്പോൾ തന്നെ നിർമ്മാതാക്കൾക്കും സ്റ്റുഡിയോ എക്സിക്യൂട്ടീവുകൾക്കും കഥയുടെ കാതൽ മനസ്സിലാവുകയും അതിൽ താല്പര്യം ജനിക്കുകയും ചെയ്യും. ഒരു മികച്ച ലോങ് ലൈനിന് സാധാരണയായി 4 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒരു പ്രേരണാ സംഭവം, അതുല്യനായ ഒരു കഥാനായകൻ, അയാളുടെ വ്യക്തമായ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ പ്രധാന സംഘർഷം. ഇത് എഴുതുന്ന വിധം, ലോങ് ലൈൻ എഴുതുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരുകൾ ഉപയോഗിക്കുന്നതിന് പകരം അവരെ വിവരിക്കുന്ന വിശേഷണങ്ങൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നെപ്പോളിയൻ ഡൈനാമൈറ്റ് എന്ന സിനിമയുടെ ലോങ് ലൈനിൽ എ ലിസ്റ്റ്ലെസ് ആൻഡ് ഏലിയനേറ്റഡ് ടീനേജർ എന്നാണ് നായകനെ വിശേഷിപ്പിക്കുന്നത്. ഇത് കഥാപാത്രത്തെക്കുറിച്ച് പെട്ടെന്ന് ഒരു ധാരണ നൽകുന്ന സജീവമായ ഭാഷ ഉപയോഗിക്കുന്നതും കഥയുടെ സാഹചര്യത്തിൽ ഒരു വിരോധാഭാസം ഉൾപ്പെടുത്തുന്നതും ലോങ് ലൈനിനെ കൂടുതൽ ആകർഷകമാക്കും. സാധാരണയായി ഒരു ലോങ് ലൈൻ 25-30 വാക്കുകളിൽ ഒതുക്കണം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സിനോപ്സിസ് എഴുതുക എന്നുള്ളതാണ്, കഥയുടെ സംഗ്രഹം. സിനോപ്സിസ് ലോങ് ലൈനേക്കാൾ വിശദമായതും എന്നാൽ
ട്രീറ്റ്മെന്റിനേക്കാൾ സംക്ഷിപ്തവുമായ കഥയുടെ ഒരു രൂപരേഖയാണ് ഇത്. സാധാരണയായി ഒരു പേജിൽ കവിയരുത്. തിരക്കഥ മുഴുവൻ വായിക്കാൻ സമയമില്ലാത്ത ഒരു നിർമ്മാതാവിനെ കഥയിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു പ്രധാന ഉപകരണമാണത്. ഇത് എഴുതുന്ന വിധം ശ്രദ്ധിക്കേണ്ടതാണ്. സിനോപ്സിസ് എപ്പോഴും വർത്തമാനകാലത്തിൽ എഴുതണം. ഇത് കഥാസംഭവങ്ങൾക്ക് ഒരു തത്സമയ അനുഭവം നൽകുന്നു. സിനിമയുടെ ടോൺ സിനോപ്സിസിലും പ്രതിഫലിക്കണം. ഒരു കോമഡിയാണെങ്കിൽ നർമ്മം കലർത്താം. ഒരു ഹൊറർ ആണെങ്കിൽ ഭയത്തിൻ്റെയോ ഉദ്യോഗത്തിൻ്റെയോ അന്തരീക്ഷം സൃഷ്ടിക്കാം. കഥയുടെ തുടക്കം, മധ്യം, അവസാനം എന്നിവ വ്യക്തമാക്കണം. പ്രധാനമായി സിനോപ്സിസിൽ കഥയുടെ അവസാനം വെളിപ്പെടുത്തണം. പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന ക്ലിഫ് ഹാങ്ങറുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. എന്നാൽ സിനോപ്സിസിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. സിനിമയുടെ പേര്, ലോങ് ലൈൻ, പ്രധാന കഥാപാത്രങ്ങളെയും അവരുടെ ലക്ഷ്യങ്ങളെയും പരിചയപ്പെടുത്തൽ, കഥയുടെ 3 ആക്റ്റുകളുടെയും പ്രധാന സംഭവ വികാസങ്ങൾ, കഥാപാത്രങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കഥയുടെ പരിസമാപ്തി എന്നിവയെല്ലാം ഒരു സിനോപ്സിസിൽ ഉൾക്കൊള്ളണം. അത് കഴിഞ്ഞ് തയ്യാറാക്കേണ്ടതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. അത് തിരക്കഥയുടെ വിശദമായ രൂപരേഖ. ട്രീറ്റ്മെന്റ് എന്നത് തിരക്കഥയുടെ ഗദ്യരൂപത്തിലുള്ള കൂടുതൽ വിശദമായ ഒരു പതിപ്പാണ്. ഇത് 5 മുതൽ 30 പേജുകൾ വരെ നീളാം. തിരക്കഥ എഴുതുന്നതിന് മുൻപ് കഥയുടെ ഒഴുക്ക്, ഓരോ സീനിന്റെയും പ്രാധാന്യം, കഥാപാത്രങ്ങളുടെ വൈകാരികമായ യാത്ര എന്നിവയെക്കുറിച്ച് എഴുത്തുകാരന് വ്യക്തമായ ഒരു ധാരണ നൽകാൻ ട്രീറ്റ്മെന്റ് സഹായിക്കുന്നു. ഇതിൽ പ്രധാന സീനുകളുടെ വിവരണം, സംഭാഷണങ്ങളുടെ സൂചനകൾ, കഥാപാത്രങ്ങളുടെ ഭൂതകാലം, സിനിമയുടെ ദൃശ്യപരമായ ശൈലി എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിക്കാം. രണ്ടാമത്തെ സെഷനിൽ പറയുന്ന കാര്യമാണ് സ്റ്റോറി സ്ട്രക്ചർ. കഥയുടെ അസ്ഥിവാരമാണ്. അതിന്റെ ഘടനയും രൂപരേഖയും എങ്ങനെ തയ്യാറാക്കാം എന്നത്. ഒരു കെട്ടിടത്തിന് അതിന്റെ രൂപകൽപ്പനയും അസ്ഥിവാരവും എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഒരു സിനിമയ്ക്ക് അതിന്റെ ഘടന. പ്രേക്ഷകരെ വൈകാരികമായി പിടിച്ചിരുത്തുന്നതിനും കഥയ്ക്ക് കൃത്യമായ താളവും ഒഴുക്കും നൽകുന്നതിനും ഓരോ സംഭവവും യുക്തിസഹമായി അടുത്തതിലേക്ക് നയിക്കുന്നതിനും ശക്തമായ ഒരു ഘടന അത്യാവശ്യമാണ്. ലോകമെമ്പാടുമുള്ള കഥ പറച്ചിലുകാർ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന 2 പ്രധാന ഘടനാപരമായ മാതൃകകളാണ് 3 ആക്ട് സ്ട്രക്ചറും ഹീറോസ് ജേണിയും. 3 ആക്ട് സ്ട്രക്ചർ അത് കാലാതീതമായ ഒരു ആഖ്യാന രീതിയാണ്. പുരാതന ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടലിന്റെ പൊയറ്റിക്സിൽ പറയുന്ന തുടക്കം, മധ്യം, ഒടുക്കം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഘടന. തിരക്കഥാരചനയുടെ ആചാര്യനായ സിഡ് ഫീൽഡ് ഇതിനെ ആധുനിക സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിച്ചു. അത് ഒരു സാധാരണ 110 പേജുള്ള തിരക്കഥയെ ഈ ഘടനയനുസരിച്ച് 3ആയി തരംതിരിക്കാം. അതിലാദ്യത്തേത് ആക്ട് 1, അതായത് ആമുഖം, സെറ്റപ്പ് എന്ന് പറയും. ഏകദേശം 1 മുതൽ 30 പേജുകൾ വരെ ഇതിന് വരാം. ഒരു 110 പേജുള്ള തിരക്കഥയ്ക്ക് ആദ്യത്തെ 30 പേജുകൾ വരെ ഈ ആമുഖ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കാം. ഈ ഭാഗം കഥയുടെ ലോകത്തെയും പ്രധാന കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു. കഥാനായകന്റെ സാധാരണ ജീവിതം, അവന്റെ അല്ലെങ്കിൽ കഥാനായികയുടെ ആഗ്രഹങ്ങൾ, കുറവുകൾ എന്നിവ ഇവിടെ വ്യക്തമാക്കുന്നു. ഈ ഘട്ടത്തിന്റെ അവസാനത്തിൽ 2 പ്രധാന സംഭവങ്ങളും നടക്കുന്നു. അതിലൊന്ന് പ്രേരണാ സംഭവമാണ്. കഥാനായകന്റെ സാധാരണ ജീവിതത്തെ തകിടം മറിക്കുന്ന, അവനെ അല്ലെങ്കിൽ അവളെ ഒരു പുതിയ പാതയിലേക്ക് തള്ളിവിടുന്ന ഒരു സംഭവം. ഇതാണ് കഥയുടെ യഥാർത്ഥ തുടക്കം. രണ്ടാമതായി പറയുന്നത് ഒരു വഴിത്തിരിവാണ്. 1-ാം വഴിത്തിരിവ് അല്ലെങ്കിൽ പ്ലോട്ട് പോയിന്റ് എന്ന് പറയും. 1-ാം ആക്ടിന്റെ അവസാനത്തിൽ കഥാനായകൻ ഒരു നിർണായക തീരുമാനമെടുക്കുകയും പിന്നോട്ട് പോകാനാകാത്ത വിധം ഒരു യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനം അവനെ 2-ാം ആക്ടിലെ സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ഇനി ആക്ട് 2 പ്രധാനമായി പറയപ്പെടുന്നത് സംഘർഷമാണ്. ഏകദേശം 30 മുതൽ 80 പേജുകൾ വരെ ഈ സംഘർഷം വിവരിക്കാൻ ആവശ്യമാണ്. തിരക്കഥയുടെ ഏറ്റവും ദൈർഘ്യമേറിയതും സംഘർഷഭരിതവുമായ ഭാഗമാണത്. ഇവിടെ കഥാനായകൻ തന്റെ ലക്ഷ്യം നേടുന്നതിനായി നിരവധി തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്നുണ്ട്. ഇതിന് ഒരു 3 ഭാഗമായി ഇതിനെ തരംതിരിക്കാൻ കഴിയുന്നു. അതിൽ വളർന്നു വരുന്ന സംഘർഷമാണ് റൈസിംഗ് ആക്ഷൻ. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും നായകന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവിടെ.
രണ്ടാമത് പറയുന്ന മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറയും. കഥയുടെ ഏകദേശം മധ്യത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാന വഴിത്തിരിവായിരിക്കാം ഇത് ഒരു തെറ്റായ വിജയമോ അല്ലെങ്കിൽ ഒരു വലിയ പരാജയമോ ആകാം. ഈ സംഭവം കഥയുടെ ഗതിയെ ചിലപ്പോൾ മാറ്റിമറിക്കും. അത് എഴുത്തിന്റെ വഴിയെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇതിൽ മൂന്നാമതായി പറയുന്ന രണ്ടാം വഴിത്തിരിവെന്ന് പറയും പ്ലോട്ട് പോയിന്റ് 2. രണ്ടാം ആക്ടിന്റെ അവസാനത്തിൽ നായകൻ തന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്ന ഒരു നിമിഷം. എന്നാൽ ഈ പരാജയത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പുതിയ തിരിച്ചറിവ് അവനെ മൂന്നാം ആക്ടിലെ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. ഇത് ആക്ട് 3 പറയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ പരിഹാരമാണ്. ഇതിന്റെ ഒരു റെസല്യൂഷനാണ്. ഏകദേശം 80 മുതൽ 110 പേജുകൾ വരെയുള്ള കഥയുടെ ഭാഗത്താണിത് പറയുന്നത്. കഥയുടെ പാരമ്യതയിലേക്കുള്ള എത്തുന്ന ഭാഗമാണിത്. പാരമ്യം എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. കഥയിലെ പ്രധാന സംഘർഷം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന മുഹൂർത്തമാണ്. ഒന്നാം ആക്ടിൽ ഉന്നയിച്ച പ്രധാന നാടകീയ ചോദ്യത്തിന് ഇവിടെ ഉത്തരം ലഭിക്കുന്നു. ഇതിനൊരു പരിസമാപ്തിയുണ്ട്, അതിനൊരു റെസല്യൂഷൻ. അതായത് ക്ലൈമാക്സിന് ശേഷമുള്ള അവസ്ഥയാണ്. കഥയുടെ കെട്ടുകളെല്ലാം അഴിയുന്നു. കഥാനായകൻ തന്റെ യാത്രയിലൂടെ നേടിയ മാറ്റങ്ങളോടെ പുതിയ ജീവിതം ആരംഭിക്കുക എന്നത് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് 3 ആക്ട് സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചറാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഹീറോസ് ജേണിയാണ്. നായകന്റെ പരിവർത്തനത്തിന്റെ ഒരു കഥയാണ്. അത് വേറൊരു തിരക്കഥാ രചനാ സങ്കേതമാണ്. ജോസഫ് ക്യാമ്പൽ തന്റെ ഹീറോ വിത്ത് 1000 ഫേസസ് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ച ഒരു പുരാവൃത്ത ഘടനയാണിത്. ഹീറോസ് ജേണി ലോകമെമ്പാടുമുള്ള പുരാണങ്ങളിലും നാടോടി കഥകളിലും പൊതുവായി കാണപ്പെടുന്ന ഈ ആഖ്യാന മാതൃകയെ ക്രിസ്റ്റഫർ ബ്ലോഗർ തിരക്കഥാകൃത്തുക്കൾക്ക് വേണ്ടി 12 ഘട്ടങ്ങളായി ലളിതവൽക്കരിച്ചു. ഇത് കേവലം സംഭവങ്ങളുടെ ഒരു ക്രമമല്ല, മറിച്ച് ഒരു സാധാരണ വ്യക്തി ഒരു നായകനായി മാറുന്നതിൻ്റെ മാനസികവും വൈകാരികവുമായ പരിവർത്തനത്തിന്റെ കഥയാണ്. ഈ 2 ഘടനകളും 3 ആക്ട് സ്ട്രക്ചറും ഹീറോസ് ജേണിയും 2 വ്യത്യസ്ത വഴികളല്ല, മറിച്ച് പരസ്പരം ചേർന്നു പോകുന്നവയാണ്. 3 ആക്ട് സ്ട്രക്ചർ കഥയുടെ നാടകീയമായ ബാഹ്യഘടന നൽകുമ്പോൾ ഹീറോസ് ജേണി കഥാപാത്രത്തിന്റെ ആന്തരികമായ വൈകാരിക യാത്രയുടെ രൂപരേഖ നൽകുന്നു. ഹീറോസ് ജേണിയിലെ ആദ്യ ഘട്ടങ്ങൾ 1-ാം ആക്ടിലും മധ്യത്തിലെ ഘട്ടത്തിൽ 2-ാം ആക്ടിലും അവസാന ഘട്ടത്തിൽ അതായത് 3-ാം ആക്ടിലും സ്വാഭാവികമായി ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഈ 2 ഘടനകളെയും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് കഥയ്ക്ക് ഒരേ സമയം യുക്തിഭദ്രമായ പുരോഗതിയും വൈകാരികമായ ആഴവും നൽകാൻ സഹായിക്കും. അടുത്ത ഭാഗമെന്ന് പറയുന്നത് ബീറ്റ് ഷീറ്റ് ആണ്. അതായത് കഥയുടെ താളം കണ്ടെത്തൽ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ബീറ്റ് ഷീറ്റ് എന്നത് കഥയിലെ പ്രധാനപ്പെട്ട വൈകാരിക നിമിഷങ്ങളെയും സംഭവങ്ങളെയും ക്രമീകരിക്കുന്ന ഒരു ഔട്ട്ലൈനാണ്. ഇത് കഥയുടെ വേഗതയും താളവും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഓരോ സീനും ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നും അത് കഥയെ മുന്നോട്ട് നയിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ ഒരു ബീറ്റ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഗുണകരമാണ്. 3-ാമത്തെ സെഷനിൽ പറയുന്ന കാര്യമാണ് ക്യാരക്ടർ ഡെവലപ്മെന്റ്. ജീവനുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത്. പ്രേക്ഷകൻ ഓർക്കുന്നതും സ്നേഹിക്കുന്നതും വെറുക്കുന്നതും കഥാപാത്രങ്ങളെയാണ്. അവരാണ് കഥയെ തങ്ങളുടെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശ്വസനീയവും ആഴവുമുള്ള പ്രേക്ഷകർക്ക് വൈകാരികമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ഒരു മികച്ച തിരക്കഥയുടെ അടിസ്ഥാന ശിലയാണ്. ഓരോ പ്രധാന കഥാപാത്രത്തിനും വ്യക്തമായ ശക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഈ കഥാപാത്രം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന ലളിതമായ ചോദ്യത്തിൽ നിന്നാണ് ഒരു മികച്ച കഥാപാത്രത്തിന്റെ രൂപീകരണം ആരംഭിക്കുന്നത്. ഈ ലക്ഷ്യം പ്രേക്ഷകരിലേക്ക് മനസ്സിലാക്കുന്നതിനും ഒരുപക്ഷെ അവർക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നതുമായിരിക്കണം. ലക്ഷ്യത്തിന് പിന്നിൽ ശക്തമായ ഒരു പ്രേരണയും വേണം. എന്തുകൊണ്ടാണ് കഥാപാത്രം ഇത് ഇത്രയധികം ആഗ്രഹിക്കുന്നത്? ഈ പ്രേരണ പലപ്പോഴും അവരുടെ ഭൂതകാലത്തിൽ നിന്നോ അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ നിന്നോ ഉടലെടുക്കുന്നതായിരിക്കും. ഇതിൽ തന്നെ കഥയുടെ ഇന്ധനം എന്ന് പറയുന്നത് സംഘർഷമാണ്. കഥയില്ലാതെ സംഘർഷമില്ല. കഥാപാത്രത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സംഘർഷം. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യ സംഘർഷമാണ്. അതായത് പ്രതിനായകൻ, സമൂഹം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിങ്ങനെ കഥാപാത്രത്തിന് പുറത്തുള്ള ശക്തികൾ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളാണിവ. രണ്ടാമത്തേത് ആന്തരിക സംഘർഷമാണ്. കഥാപാത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടങ്ങളാണിവ. ഭയം,
ആത്മവിശ്വാസമില്ലായ്മ, ധാർമ്മികമായ സംശയങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ എന്നിവയെല്ലാം ആന്തരിക സംഘർഷത്തിന് കാരണമാകാം. ഏറ്റവും മികച്ച കഥകളിൽ ഈ രണ്ടു തരം സംഘർഷങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ബാഹ്യമായ വെല്ലുവിളികൾ ഒരു കഥാപാത്രത്തിന്റെ ആന്തരികമായ കുറവുകളെയും ഭയങ്ങളെയും നേരിടാൻ അവരെ നിർബന്ധിതരാക്കുന്നു. കഥാപാത്രത്തിന്റെ ഭൂതകാലവും വ്യക്തിത്വവും വളരെ വ്യക്തമായിരിക്കണം. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അവരുടെ സൂക്ഷ്മമായ വിശദാംശങ്ങളാണ്. അവരുടെ ഭൂതകാലം, അതായത് അവരുടെ ബാക്ക് സ്റ്റോറി, അവരുടെ ഇപ്പോഴത്തെ സ്വഭാവത്തെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നു. തിരക്കഥയിൽ ഈ ഭൂതകാലം മുഴുവൻ ഒരു പ്രസംഗം പോലെ വിവരിക്കേണ്ട ആവശ്യമില്ല. പകരം സംഭാഷണങ്ങളുടെയും പ്രവൃത്തികളിലൂടെയും സൂചനകളായി ഇത് വെളിപ്പെടുത്താം. അവരുടെ സംസാര രീതി, ശീലങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം അവരെ ഒരു യഥാർത്ഥ വ്യക്തിയായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇനി കഥാപാത്രങ്ങളുടെ പരിണാമമാണ്, മാറ്റത്തിന്റെ കഥയാണ് പറയേണ്ടത്. ഒരു കഥയുടെ തുടക്കത്തിൽ നിന്ന് അവസാനം എത്തുമ്പോഴേക്കും കഥാപാത്രത്തിൽ ഉണ്ടാകുന്ന ആന്തരികമായ മാറ്റത്തെയാണ് ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്. മിക്ക കഥകളിലെയും നായകന്മാർ മാറ്റത്തിന് വിധേയരാകുന്നവരാണ്. ഉദാഹരണത്തിന് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയിൽ സ്വാർത്ഥനായ ഒരു വ്യവസായിയിൽ നിന്ന് മനുഷ്യസ്നേഹിയായി മാറുന്ന ഓസ്കാർ ഷിൻഡ്ലയുടെ പരിണാമം ഒരു ശക്തമായ ക്യാരക്ടർ ആർക്കാണ്. ഒരു കഥാപാത്രത്തിന്റെ പരിണാമം സംഭവിക്കുന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ അടിസ്ഥാനപരമായ ഒരു കുറവിൽ നിന്നാണ്. കഥയിലെ കേന്ദ്ര സംഘർഷം ഈ കുറവിനെ നിരന്തരം പരീക്ഷിക്കുകയും ക്ലൈമാക്സിൽ ആ കുറവിനെ അതിജീവിക്കാൻ കഥാപാത്രത്തെ നിർബന്ധിതനാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സംതൃപ്തമായ കഥാപാത്ര പരിണാമം പൂർത്തിയാകുന്നത്. ഉദാഹരണത്തിന്, സ്നേഹത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം അയാളുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും മാറ്റത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അവന് എന്ത് വേണം എന്ന് ചോദിക്കുന്നതിനൊപ്പം അവന്റെ ഏറ്റവും വലിയ കുറവെന്താണ് എന്നും അവനെ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ നുണയെന്താണ് എന്നും ചോദിക്കുന്നത് കഥയ്ക്ക് വൈകാരികമായ ആഴം നൽകും. 4ാമത്തെ സെഷനിൽ പറയുന്നത് ദൃശ്യങ്ങളുടെ കഥ പറയാം, അല്ലെങ്കിൽ സീൻ രചനയുടെ കല എങ്ങനെയാണ് എന്നതാണ്. തിരക്കഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം സീനുകളാണ്. വാക്കുകളെ എങ്ങനെ ദൃശ്യങ്ങളാക്കി മാറ്റാം, സംഭാഷണങ്ങളെ എങ്ങനെ മൂർച്ചയുള്ളതാക്കാം, പറയാത്ത കാര്യങ്ങൾ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ദൃശ്യഭാഷയുടെ ശക്തി തന്നെ കാണിക്കുക, പറയാതിരിക്കുക എന്നതാണ്. സിനിമ ഒരു ദൃശ്യമാധ്യമമാണ്. അതിനാൽ വിവരങ്ങൾ സംഭാഷണങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ദൃശ്യങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും അത് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ രീതി. ഒരു കഥാപാത്രം ദേഷ്യത്തിലാണെന്ന് മറ്റൊരു കഥാപാത്രം പറയുന്നതിനേക്കാൾ എത്രയോ ശക്തമാണ് ആ കഥാപാത്രം ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടുന്നത് കാണിക്കുന്നത്. കഥാപാത്രത്തിന്റെ വികാരങ്ങൾ, സ്വഭാവവിശേഷങ്ങൾ, ബന്ധങ്ങൾ, ഭൂതകാലം എന്നിവയെല്ലാം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട് എന്ന സിനിമയിൽ സംഭാഷണങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ പ്രാകൃതമായ ചോദനങ്ങളെ ദൃശ്യങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ശക്തമായി ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. ഇനി സംഭാഷണങ്ങൾ തന്നെ അതിൻ്റെ മൂർച്ചയും സ്വാഭാവികതയും വളരെ വ്യക്തമായിരിക്കണം. തിരക്കഥയിലെ സംഭാഷണങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. അത് കഥയെ മുന്നോട്ട് കൊണ്ടുപോകണം, കഥാപാത്രങ്ങൾ സ്വഭാവം വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ നിലവിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കണം. പ്രസ്തുത പ്രശസ്ത നാടകകൃത്ത് ഡേവിഡ് മാമറ്റ് പറഞ്ഞതുപോലെ, ഒരാൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാൾ ഒന്നും സംസാരിക്കുന്നില്ല. സംഭാഷണം കേവലം വിവരങ്ങൾ കൈമാറാനുള്ള ഉപാധിയല്ല, അതൊരു പ്രവൃത്തിയാണ്. ഒരു സീനിലെ ഓരോ കഥാപാത്രത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാനായി അവൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് സംഭാഷണം. അവർക്ക് ഭീഷണിപ്പെടുത്താം, പ്രലോഭിപ്പിക്കാം, യാചിക്കാം, അല്ലെങ്കിൽ കള്ളം പറയാം. സംഭാഷണങ്ങളെ ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയായി കാണുമ്പോൾ അവ സ്വാഭാവികമായും സംഘർഷഭരിതവും ലക്ഷ്യബോധമുള്ളതുമായി മാറും. ഒരു നല്ല സംഭാഷണത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ലക്ഷ്യബോധം. ഓരോ വാചകത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. രണ്ടാമത്തേത് സ്വാഭാവികതയാണ്. സംഭാഷണങ്ങൾ സ്വാഭാവികമായി തോന്നണം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ സംഭാഷണങ്ങളിലെ അനാവശ്യമായ വാക്കുകൾ, ഉദാഹരണത്തിന് ആഹാ,
അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആകട്ടെ അങ്ങനെയൊക്കെയുള്ള ചില ആവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി കളയാം. അടുത്തതെന്ന് പറയുന്നത് വ്യതിരിക്തതയാണ്. ഓരോ കഥാപാത്രവും അവരുടെ പശ്ചാത്തലത്തിനും വ്യക്തിത്വത്തിനും അനുസരിച്ച് വ്യത്യസ്തമായി സംസാരിക്കണം. അടുത്തത് സംക്ഷിപ്തതയാണ്. സംഭാഷണങ്ങൾ കഴിയുന്നത്ര ഹ്രസ്വവും മൂർച്ചയുള്ളതുമായി ആയിരിക്കണം. സാധാരണയായി 3 വരികളിൽ താഴെയുള്ള സംഭാഷണങ്ങൾ സിനിമയുടെ വേഗത നിലനിർത്താൻ സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സബ് ടെക്സ്റ്റ് പറയാതെ പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് സബ് ടെക്സ്റ്റ് എന്ന് നോക്കണം. കഥാപാത്രങ്ങൾ പറയുന്ന വാക്കുകൾ, ഈ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ അർത്ഥത്തെയാണ് സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആളുകൾ എപ്പോഴും മനസ്സിലുള്ളത് അതേപടി തുറന്നു പറയണമെന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ഭയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയോ അവർ വാക്കുകൾക്ക് പിന്നിൽ തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ ഒളിപ്പിക്കാം. ഈ ഒളിപ്പിച്ചു വെച്ച അർത്ഥമാണ് സബ് ടെക്സ്റ്റ്. ഇത് സംഭാഷണങ്ങൾക്ക് ആഴവും യാഥാർത്ഥ്യബോധവും നൽകുന്നു. ഒപ്പം പ്രേക്ഷകരെ ചിന്തിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് സീൻ ഡിസ്ക്രിപ്ഷനാണ്. ആക്ഷൻ ലൈനുകളാണ് വേണ്ടത്. ഒരു സീനിൽ എന്ത് സംഭവിക്കുന്നു, കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നു, ആ സ്ഥലത്തിന്റെ അന്തരീക്ഷം എങ്ങനെയാണ് എന്നൊക്കെ വിവരിക്കുന്ന ഭാഗമാണിത്. ആക്ഷൻ ലൈനുകൾ എപ്പോഴും വർത്തമാനകാലത്തിൽ എഴുതണം. വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക് സിനിമ കാണുന്ന അനുഭവം നൽകുന്ന തരത്തിൽ ദൃശ്യപരമായി എഴുതാൻ ശ്രമിക്കുക. അനാവശ്യമായ സാഹിത്യ വർണ്ണനകൾ ഒഴിവാക്കി കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വ്യക്തവും സംക്ഷിപ്തവുമായി പറയുക. പ്രധാനപ്പെട്ട ശബ്ദങ്ങളെയും വസ്തുതകളെയും ഊന്നിപ്പറയാൻ വലിയ അക്ഷരങ്ങൾ, ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കാം. ആക്ഷൻ ലൈനുകൾ 3-4 വരികൾ കവിയാതിരിക്കുന്നത് വായനാസുഖം അല്ലെങ്കിൽ തിരക്കഥയുടെ വായനാസുഖം വർദ്ധിപ്പിക്കുന്നതാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് തിരക്കഥയുടെ തീമും അതിൻ്റെ ടോണ്, പേസിങ് എന്നിവയാണ്. അതിന് തിരക്കഥയുടെ രൂപവും സ്വഭാവവും ഭാവവും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു കഥ എന്താണെന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് എങ്ങനെ പറയുന്നു എന്നതും. കഥയുടെ ആത്മാവായ പ്രമേയം അല്ലെങ്കിൽ അതിൻ്റെ തീം, അതിൻ്റെ വൈകാരിക ഭാവമായ ടോൺ, അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗമായ പേസിംഗ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സിനിമ പ്രേക്ഷകന് പൂർണ്ണമായി ഒരനുഭവമായി മാറുന്നത്. ഈ 3 ഘടകങ്ങളും വെവ്വേറെയല്ല, മറിച്ച് പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ത്രികോണം പോലെയാണ്. ഒന്നിലെ മാറ്റം മറ്റുള്ളവയെ സ്വാധീനിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്, അത്യധികം പ്രാധാന്യമുള്ളതാണ് കഥയുടെ ആത്മാവ് അല്ലെങ്കിൽ അതിൻ്റെ തീം, പ്രമേയം. ഒരു തിരക്കഥയുടെ ആത്മാവാണ് അതിൻ്റെ പ്രമേയം. അത് കഥയുടെ അടിസ്ഥാനപരമായ ആശയമോ സന്ദേശമോ ആണ്. സ്നേഹത്തിന് എന്തിനേയും അതിജീവിക്കാൻ കഴിയും ഒരു പ്രമേയം. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നിങ്ങനെയുള്ള സാർവത്രികമായ ആശയങ്ങളെ പ്രമേയങ്ങളാക്കാം. ഒരു ശക്തമായ പ്രമേയം കഥയുടെ എല്ലാ ഭാഗങ്ങളെയും, കഥാപാത്രങ്ങളെ, സംഭവങ്ങളെ, സംഭാഷണങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ചരടായി വർത്തിക്കുന്നു. ഇത് കഥയ്ക്ക് ആഴവും അർത്ഥവും നൽകുന്നു. പ്രേക്ഷകരുടെ മനസ്സിൽ ദീർഘകാലം തങ്ങി നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രമേയം ഒരിക്കലും ഒരു കഥാപാത്രത്തിന്റെ പ്രസംഗത്തിലൂടെ നേരിട്ട് പറയരുത്, മറിച്ച് കഥാപാത്രത്തിന്റെ യാത്രയിലൂടെയും കഥാസന്ദർഭങ്ങളിലൂടെയും പ്രേക്ഷകരത് സ്വയം കണ്ടെത്തേണ്ട ഒന്നാണ്. പിന്നെ തിരക്കഥ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിനിമയുടെ വൈകാരിക ഭാവം, അതിൻ്റെ ടോൺ. തിരക്കഥയുടെ വൈകാരികമായ അന്തരീക്ഷത്തെയാണ് ടോൺ എന്ന് പറയുന്നത്. കഥ പ്രേക്ഷകരിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നത് ടോൺ ആണ്. അത് ഗൗരവമുള്ളതാകാം, നർമ്മം നിറഞ്ഞതാകാം, ഭയാനകമാകാം, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആകാം. സംഭാഷണങ്ങളുടെ ശൈലി, ആക്ഷൻ ലൈനുകളിലെ വിവരണം അല്ലെങ്കിൽ സീനിന്റെ വിവരണം, കഥയുടെ വേഗത എന്നിവയെല്ലാം ടോൺ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓരോ സിനിമാ വിഭാഗത്തിനും അതിൻ്റെതായ പൊതുവായ ടോണുകൾ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ഹൊറർ സിനിമയ്ക്ക് ഭയപ്പെടുത്തുന്ന ടോണും ഒരു റൊമാൻറ്റിക് കോമഡിക്ക് ലഘുവായ സന്തോഷം നിറഞ്ഞ ടോണുമായിരിക്കും ഉണ്ടാകുക. തിരക്കഥയിലുടനീളം ടോണിൽ ഒരു സ്ഥിരത നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം പ്രേക്ഷകർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടതാണ് കഥയുടെ താളം, പേസിംഗ് എന്ന് പറയുന്നത്. കഥ പറയുന്നതിൻ്റെ വേഗതയാണ് പേസിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് പ്രേക്ഷകന്റെ വൈകാരികമായ പങ്കാളിത്തത്തെയും ഉദ്വേഗത്തെയും നിയന്ത്രിക്കുന്നു. വേഗതയേറിയ പേസിംഗ് ഉണ്ട്. ചെറിയ സീനുകൾ, വേഗതയേറിയ സംഭാഷണങ്ങൾ, തുടർച്ചയായ ആക്ഷൻ എന്നിവ ഉപയോഗിച്ച് കഥയെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് ആക്ഷൻ ത്രില്ലർ സിനിമകളിൽ ഉദ്വേഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു.
രണ്ടാമത് വേഗത കുറഞ്ഞ പേസിംഗ് ഉണ്ട്, സ്ലോ പേസിംഗ് എന്ന് പറയും. ദൈർഘ്യമേറിയ സീനുകൾ, നിശബ്ദത, കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾക്ക് പ്രാധാന്യം എന്നിവയിലൂടെ കഥയെ സാവധാനം മുന്നോട്ട് നയിക്കുന്നു. ഇത് ഡ്രാമ സിനിമകളിൽ വൈകാരികമായ ആഴം കൂട്ടാനും കഥാപാത്രങ്ങളുമായി പ്രേക്ഷകർക്ക് കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനും സഹായിക്കുന്നു. ഒരു മികച്ച തിരക്കഥയിൽ ഈ രണ്ടു തരം പേസിംഗും സന്തുലിതമായി ഉപയോഗിക്കുന്നു. ആക്ഷൻ രംഗങ്ങളിൽ വേഗത കൂട്ടുമ്പോഴും വൈകാരികമായ നിമിഷങ്ങളിൽ വേഗത കുറച്ച് ആ നിമിഷത്തിന് ശ്വാസമെടുക്കാൻ അവസരവും നൽകുന്നു. തിരക്കഥ എഴുത്തിന്റെ 6ാമത്തെ സെക്ഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്, അതായത് ഫോർമാറ്റിംഗ് നിയമങ്ങൾ. തിരക്കഥയ്ക്ക് ഒരു ഫോർമാറ്റിംഗ് രീതിയുണ്ട്. ആ ഒരു തിരക്കഥയുടെ ഉള്ളടക്കം പോലെ തന്നെ പ്രധാനമാണ് അതിൻ്റെ രൂപവും. ലോകമെമ്പാടുമുള്ള സിനിമാ വ്യവസായം അംഗീകരിച്ച ചില ഫോർമാറ്റിംഗ് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ തിരക്കഥയ്ക്ക് ഒരു പ്രൊഫഷണൽ രൂപം നൽകുകയും നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും അത് വായിക്കുവാനും സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ ഉപയോഗിക്കുവാനും എളുപ്പമാക്കാനും അത് സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് ഫോർമാറ്റിംഗിന് പ്രാധാന്യമുള്ളത്? ശരിയായ ഫോർമാറ്റിംഗ് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ്. ഫോർമാറ്റ് തെറ്റിയാൽ നിങ്ങളുടെ തിരക്കഥ പ്രൊഫഷണലുകൾ ഗൗരവമായി എടുക്കണമെന്നില്ല. കൂടാതെ ശരിയായ ഫോർമാറ്റിംഗ് ഒരു പേജ് ഏകദേശം 1 മിനിറ്റ് എന്ന കണക്ക് കൂട്ടലിന് സഹായിക്കുന്നുണ്ട്. ഇത് സിനിമയുടെ ദൈർഘ്യം, ഷൂട്ടിംഗ് ഷെഡ്യൂൾ, ബഡ്ജറ്റ് എന്നിവയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നൽകാൻ നിർമ്മാതാക്കളെ സഹായിക്കുന്നു. സാധാരണയായി പ്രാദേശിക ഭാഷയിലായാലും ഇംഗ്ലീഷിലായാലും തിരക്കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഫോർമാറ്റിംഗ് നിയമങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫോണ്ടിൻ്റെ സൈസാണ്. 12 പോയിന്റ് ആണ് സാധാരണയായി ടൈപ്പ് റൈറ്റിംഗിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് 12 പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ മാർജിൻ എന്ന് പറയുന്നത് 1.5 ഇഞ്ച് ലെഫ്റ്റ്, 1 ഇഞ്ച് റൈറ്റ്, അതുപോലെ ടോപ്പ് 1 ഇഞ്ച്, ബോട്ടം 1 ഇഞ്ച് എന്ന് ഇത്രയും സ്പേസുകൾ ഇട്ടിരിക്കണം. രണ്ടാമത് പേജിൻ്റെ ടൈറ്റിലാണ്. സിനിമയുടെ പേര്, എഴുത്തുകാരൻ്റെ പേര്, കോൺടാക്ട് വിവരങ്ങൾ എന്നിവ മാത്രം ആ ടൈറ്റിൽ പേജിൽ കൊടുക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ സീൻ ഹെഡിങ് ആണ്. പൂർണ്ണമായും വലിയ അക്ഷരത്തിൽ, അതായത് ഇംഗ്ലീഷിലാണ് തിരക്കഥ എഴുതുന്നതെങ്കിൽ പൂർണ്ണമായും വലിയ അക്ഷരത്തിൽ അത് എഴുതാം. പിന്നെന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ അല്ല എക്സ്റ്റീരിയർ എന്നൊക്കെയുള്ള ആ സ്ഥലങ്ങൾ, സമയം എന്നിവ കാണിക്കുന്നതും വളരെ വ്യക്തമായിട്ട് സീൻ ഹെഡിങ്ങിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ വർത്തമാന കാലത്തിൽ മാത്രമേ, പ്രസന്റ് ടെൻസിൽ മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയപ്പെടുമ്പോഴൊക്കെ വലിയ അക്ഷരത്തിലാണ് സാധാരണ ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ സംസാരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ആ പേജിൻ്റെ മധ്യഭാഗത്തായി വരും ഇംഗ്ലീഷ് ഫോർമാറ്റിൽ. അതേപോലെ തന്നെ കഥാപാത്രത്തിൻ്റെ പേരിന് താഴെ ആ സംഭാഷണത്തിൻ്റെ രീതിയെക്കുറിച്ച് എഴുതുന്നു. അതേപോലെ കഥാപാത്രത്തിൻ്റെ പേര് താഴെ നിശ്ചിത മാർജിനിൽ സംഭാഷണം എഴുതുന്നു. അതുപോലെ പേജിൻ്റെ വലതുവശത്തായ വലിയ അക്ഷരത്തിൽ ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതുന്നത്. തുടക്കക്കാർ ഇത് ശ്രദ്ധിക്കണമില്ല. അതിൻ്റെ ട്രാൻസിഷൻ, അതായത് ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ള ട്രാൻസിഷനൊക്കെ എഴുതി വളരെ വലതുവശത്തായിട്ട് എഴുതി മാറ്റി വെക്കണം. ഈ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് എഴുതാൻ കഴിയുന്ന പല തിരക്കഥ എഴുതാൻ സഹായിക്കുന്ന ആപ്പുകളും ഇന്ന് നിരവധി സോഫ്റ്റ്വെയറുകളൊക്കെ ലഭ്യമാണ്. തിരക്കഥ എഴുതിയതിന് തിരക്കഥയെ പിന്നെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള സെഷൻ 7ാമത്തെ സെഷനിൽ പറയപ്പെടുന്നു. ഒരു തിരക്കഥ എഴുതി വെച്ചൊന്ന് കരുതി അത് മെച്ചപ്പെട്ടത് ആവണമെന്ന് എന്നില്ല. തിരുത്തി എഴുതിൻ്റെ പ്രാധാന്യമാണ് ഈ ഭാഗത്ത് പറയപ്പെടുന്നത്. എഴുത്ത് എന്നത് തിരുത്തെഴുത്തിലാണ്, അതായത് എഴുത്ത് എന്നത് തിരുത്തി എഴുതലാണ് എന്ന പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്. ശില്പി ഒരു കല്ലിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞ് മനോഹരമായ ഒരു രൂപം സൃഷ്ടിക്കുന്നത് പോലെയാണ് ഒരു തിരക്കഥാകൃത്ത് തൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ നിന്ന് ആവശ്യമില്ലാത്തവ ഒഴിവാക്കിയും മറ്റുള്ളവയും ഒക്കെ മിനുക്കി എടുത്തുമാണ് മികച്ച ഒരു തിരക്കഥയ്ക്ക് രൂപം നൽകുന്നത്. തിരുത്തി എഴുതൽ കേവലം അക്ഷരത്തെറ്റുകൾ തിരുത്തലോ അല്ലെ വാചകങ്ങൾ ഭംഗിയാക്കലോ അല്ല, അത് കഥയെ അടിസ്ഥാനപരമായി പുനർവിചിന്തനം ചെയ്യലാണ്. നിങ്ങൾ എഴുതിയ ഒരു തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് പൂർത്തിയായാൽ ഉടൻ തന്നെ അത് തിരുത്താൻ തുടങ്ങരുത്. ആ തിരക്കഥ കുറച്ച് ദിവസത്തേക്കോ ആഴ്ചകൾക്കോ മാറ്റിവെക്കുക, അല്ലെ കുറച്ച് ദിവസത്തേക്ക് അത് മാറ്റിവെക്കുക. ഈ ഇടവേള ശേഷം പുതിയ കണ്ണുകളോടെ അതിനെ സമീപിക്കുമ്പോൾ കഥയിലെ കുറവുകളും സാധ്യതകളും കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു വായനക്കാരന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ തിരക്കഥയെ നിഷ്പക്ഷമായി വിലയിരുത്തുക. പിന്നീട് വേണ്ടതെന്ന് പറയാൻ ഫീഡ്ബാക്കാണ്. അതിൻ്റെ പ്രാധാന്യം ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ എഴുത്തിനെ കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം തേടുന്നത് വളരെ പ്രധാനമാണ്. വിശ്വസ്തരായ സുഹൃത്തുക്കൾ, സഹ എഴുത്തുകാർ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് റീഡർമാർ എന്നിവർക്ക് തിരക്കഥ വായിക്കാൻ നൽകുക. ലഭിക്കുന്ന ഫീഡ്ബാക്കിനെ പ്രതിരോധ മനോഭാവമില്ലാതെ
തുറന്ന മനസ്സോടെ സമീപിക്കുക. എല്ലാ നിർദ്ദേശങ്ങളും അതേപടി സ്വീകരിക്കണമെന്നില്ല, എന്നാൽ ഓരോ അഭിപ്രായവും നിങ്ങളുടെ കഥയെ മെച്ചപ്പെടുത്താനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടായി കണക്കാക്കണം. കഥയുടെ തിരുത്തി എഴുത്ത് ഒരു ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയയാണ്. ഘടനാപരമായ മാറ്റങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുന്നത് ഈ ഘട്ടത്തിലാണ്. കഥയുടെ ഘടന, സീനുകളുടെ ക്രമം, പ്രധാന പ്ലോട്ട് പോയിന്റ് എന്നിവയുടെ സ്ഥാനം എല്ലാം ഇവിടെ പുനഃപരിശോധിക്കാം. ചിലപ്പോൾ സീനുകൾ പൂർണ്ണമായി ഒഴിവാക്കുകയോ പുതിയവ എഴുതി ചേർക്കുകയോ വേണ്ടി വന്നേക്കാം. ഓരോ കഥാപാത്രത്തിൻ്റെയും യാത്ര വ്യക്തവും വിശ്വസനീയവുമാണോ എന്ന് പരിശോധിക്കുക. ഓരോ സംഭാഷണങ്ങളും പ്രവൃത്തികളും അവരുടെ സ്വാഭാവികമായി ചേർന്ന് പോകുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തണം. പിന്നെന്ന് പറഞ്ഞാൽ ഡയലോഗ് പോളിഷിംഗ് ആണ്. സംഭാഷണങ്ങൾ വളരെ ഉറക്കെ വായിച്ചു നോക്കുക. അത് കേൾക്കാൻ സ്വാഭാവികമാണോ എന്ന് ചിന്തിക്കണം. ഓരോ വാക്കും ആ സീനിന് ആവശ്യമാണോ? അനാവശ്യമായ സംഭാഷണങ്ങൾ വെട്ടിമാറ്റി അതിനെ മൂർച്ചയുള്ളതാക്കണം എന്നത് വളരെ പ്രധാനമാണ്. പിന്നെ ഇതിൽ നാലാമതായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൂഫ് റീഡിംഗ്. അവസാന ഘട്ടത്തിൽ അക്ഷരത്തെറ്റുകൾ, വ്യാകരണ പിശകുകൾ, അതുപോലെ ഫോർമാറ്റ് തെറ്റുകൾ എന്നിവയെല്ലാം ശ്രദ്ധാപൂർവം നോക്കി വായിച്ച് കണ്ടെത്തി അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. തിരുത്തി എഴുതലിനെ ഒരു മടിപ്പിക്കുന്ന ജോലിയായി കാണരുത്, മറിച്ച് നിങ്ങളുടെ കഥയുടെ യഥാർത്ഥ രൂപവും ആത്മാവും കണ്ടെത്താനുള്ള ഒരു ആവേശകരമായ അവസരമായി അതിനെ സമീപിക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാർ പോലും നിരവധി തവണ തിരുത്തി എഴുതിയാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് അന്തിമ രൂപം നൽകിയിരിക്കുന്നത്. 8ാമത്തെ സെഷനിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പഠനവും പ്രചോദനവും, മികച്ച തിരക്കഥകൾ വായിക്കണം എന്നൊക്കെയുള്ളത്. ഒരു നല്ല എഴുത്തുകാരനാകാൻ ഒരുപാട് വായിക്കണം. ഒരു തിരക്കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വായന മറ്റ് മികച്ച തിരക്കഥകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ വായിക്കേണ്ടതും മികച്ച തിരക്കഥകളാണ്. സിനിമ കാണുന്നതിലൂടെ മാത്രം ലഭിക്കാത്ത ഉൾക്കാഴ്ചകളും ഒരു ബോധവും ഒരു തിരക്കഥ വായിക്കുന്നതിലൂടെ ലഭിക്കും. എന്തുകൊണ്ട് തിരക്കഥകൾ വായിക്കണം എന്ന് പറയുന്നത്, തിരക്കഥകൾ വായിക്കുന്നത് ശരിയായ ഫോർമാറ്റിംഗ് രീതി മനസ്സിലാക്കാൻ സഹായിക്കും. കൂടാതെ കഥയുടെ വേഗത, പേജിൽ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, സംഭാഷണങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും കഥാപാത്രങ്ങളെ എങ്ങനെയാണ് വികസിപ്പിക്കുന്നത്, സബ് ടെക്സ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കാൻ തിരക്കഥ വായനയുടെ അവസരങ്ങൾ കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് ദ ബോണി അൾട്ടിമേറ്റം പോലുള്ള ഒരു ആക്ഷൻ സിനിമയുടെ തിരക്കഥ വായിക്കുമ്പോൾ ആ സിനിമയുടെ വേഗതയും ഉദ്വേഗവും എങ്ങനെയാണെന്ന് ഒരു എഴുത്തുകാരൻ വാക്കുകളിലൂടെ പേജിലേക്ക് പകർത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വായിക്കേണ്ട തിരക്കഥകൾ എന്ന് പറഞ്ഞ ലോകോത്തര സിനിമകളെല്ലാം തന്നെ കിട്ടുന്ന എല്ലാ തിരക്കഥകളും വായിച്ചു നോക്കുന്നത് നല്ലതാണ്. മലയാള സിനിമ തിരക്കഥാകൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതൊക്കെ ചില കാര്യങ്ങളെന്ന് പറയാം. മലയാള സിനിമയുടെ തനതായ വ്യാഖ്യാന ശൈലി, സംഭാഷണങ്ങൾ, അതിൻ്റെ രീതികളും മനസ്സിലാക്കാൻ പത്മരാജൻ, ലോഹിതദാസ്, ശ്രീനിവാസൻ, MD വാസുദേവൻ നായർ തുടങ്ങിയ മഹാരഥന്മാരുടെ തിരക്കഥകൾ വായിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ ജല്ലിക്കെട്ട്, 4 years, ഓമയാവ് തുടങ്ങിയ പല സിനിമകളും അതിൻ്റെ അവതരണ രീതിയും ഒക്കെ ഈ തിരക്കഥ വായിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായി പറയാനുള്ളത്, തിരക്കഥാരചന ഒരേ സമയം ഒരു കലയും ശാസ്ത്രവുമാണ്. ഘടനയുടെയും ഫോർമാറ്റിങ്ങിൻ്റെ നിയമങ്ങൾ പഠിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ആ നിയമങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് കഥ പറയാനുള്ള നിങ്ങളുടെ തനതായ ശൈലിയും ശബ്ദവും കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു മികച്ച കഥ ജനിക്കുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവിൽ നിന്നും ഭാവനയുടെ ചിറകിൽ നിന്നും നിരന്തരമായ പരിശ്രമത്തിൽ നിന്നുമാണ്. തുടർച്ചയായ എഴുത്തും വായനയും നിർഭയമായ തിരുത്തിയെഴുത്തലുമാണ് ഒരു സാധാരണ എഴുത്തുകാരനെ ഒരു മികച്ച തിരക്കഥാകൃത്താക്കി മാറ്റുന്നത്. ഓരോ തിരക്കഥയ്ക്കും അതിൻ്റെതായ ഒരു ജീവിതമുണ്ട്. അതിനെ കണ്ടെത്താനും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു മികച്ച തിരക്കഥാകൃത്തായി നിങ്ങൾ മാറുക.